കോൺഗ്രസ് ഈ സമരത്തിനൊപ്പം നിൽക്കുന്നതിൽ വലിയ പ്രതിഷേധം ഇന്ത്യ മുന്നണിയിലുണ്ട്. കൂടിയാലോചനകളില്ലാതെയുള്ള ഒരു പങ്കാളിത്തമാണ് എന്ന തരത്തിൽ. തുടർന്ന് അങ്ങോട്ട് ഈ ഇന്ത്യ മുന്നണി ഒന്നായി ഇതിൽ പങ്കെടുക്കുമോ, അതോ കോൺഗ്രസ് മാത്രമായി ഈ പ്രതിഷേധങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണോ ചെയ്യുക? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? മോദി ഇതുവരെയും കോൺഗ്രസ് CJP എന്ന് പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തെ പിന്തുണച്ചിട്ടില്ല. പക്ഷേ ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ന്യായമാണ്. ആ ആവശ്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. പക്ഷേ മറ്റു പല പ്രതിപക്ഷ പാർട്ടികളും, ഇടതു പാർട്ടികളായാലും സമാജ്വാദി പാർട്ടി ആയാലും അല്ലെങ്കിൽ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗമായാലും NCP ആയാലും എല്ലാം തന്നെ ഈ സമരപന്തലിലെത്തുകയും അഭിജിത് ദീപ്കയെ നേരിൽ കണ്ട് തങ്ങളുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളോ ആരും തന്നെ ഇവിടെ ഈ സമരപന്തലിൽ എത്തിയിട്ടില്ല. പകരം രാജ്യവ്യാപകമായി ഛാത്രോ കി ഗൂഞ്ച് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രചാരണ പരിപാടികൾ ശക്തിപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ MP-മാർ അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ പ്രതിഷേധങ്ങളെല്ലാം ആ ഒരു വഴിക്ക് നീങ്ങുമ്പോൾ തന്നെ മറുവശത്ത് പാർലമെന്റിനകത്ത് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അത് CJP എന്ന പേരിലല്ല, പകരം വിദ്യാർത്ഥികൾക്ക് നേരിട്ട അനീതി, വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടികൾ, പോലീസ് അതിക്രമങ്ങൾ, ഇവയെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പാർലമെന്റിനകത്ത് ഉയരുന്നത്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞതും അത് തന്നെയാണ്. തനിക്ക് കിട്ടിയ തല്ല് മറന്നേക്കോ, അത് താൻ സഹിച്ചു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രസ്താവന. എന്തായാലും ഇന്നും പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ പ്രതിപക്ഷം ഉയർത്തും. അതേസമയം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എന്തായാലും കേന്ദ്രമന്ത്രി JP നഡ്ഡയും അറിയിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇനി, എങ്ങനെയായിരിക്കും ആ ചർച്ച എന്നതാണ് ഏറെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടുന്ന സമയം. എത്ര നേരം നീളുന്ന ചർച്ച, ആർക്കൊക്കെ സംസാരിക്കാൻ അവസരം? പ്രതിഷേധങ്ങൾ അവരേതായാലും പിന്നോട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ മൈക്ക് ഓഫ് ചെയ്യുന്ന മോദി ചോദ്യം ആവർത്തിക്കാമോ? ഇന്ന് എങ്ങനെയായിരിക്കും CJPയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവുക? മോദി എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സമരവേദിയാണ് ഈ പറയുന്ന ജന്തർ മന്ദർ എന്ന് പറയുന്നത്. ഇവിടേക്ക് ഇതിനോടകം തന്നെ 10-15,000-ഓളം വിദ്യാർത്ഥികൾ ഇതിന് ചുറ്റുമായി തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവരെ എങ്ങനെയായാലും ഇവിടെ ജന്തർ മന്ദറിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും റോഡിന് പുറത്താണ്. നിരവധി ആളുകൾ ഇതാ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അത് തടഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് സമരവുമായി പുറത്തേക്കൊന്നും പോകാൻ വിദ്യാർത്ഥികൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം, പോലെ ഓരോ മണിക്കൂറിലും പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമരം ഏത് രീതിയിൽ വേണമെന്നത് സംബന്ധിച്ച് ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം കറുത്ത കാവൽ തന്നെ ജന്തർ മന്ദർ പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജന്തർ മന്ദറിൽ മാത്രമല്ല, CP എന്ന് പറയപ്പെടുന്ന കൊണാട്ട് പ്ലേസ് അടക്കമുള്ള നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, സൻസദ് മാർഗ് എന്ന് പറയുന്ന പാർലമെന്റിലേക്ക് പോകുന്ന റോഡുകൾ, എല്ലായിടത്തും ഈ സമാനമായ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് ഉൾപ്പെടെ ഇവിടെ ജന്തർ മന്ദർ പരിസരത്ത് ഇന്റർനെറ്റ് വ്യാപകമായി നിരോധിക്കപ്പെട്ടിരുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. കൂടാതെ പോലീസ് ഇന്നലെ പകൽ സമയത്ത് ഡൽഹി മെട്രോയുടെ 16 സ്റ്റേഷനുകളാണ് DMRCയുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടിട്ടുണ്ടായിരുന്നത്. അത് വൈകിട്ടോട് കൂടിയാണ് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനജീവിതത്തെ പോലും ഈ നടപടികൾ ബാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. എന്നിരുന്നാൽ തന്നെയും വലിയ കാവൽ, വലിയ സുരക്ഷ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അക്രമ സംഭവങ്ങൾ, പാർലമെന്റ് മാർച്ചിൽ നടന്നതുപോലെയുള്ള അക്രമ സംഭവങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ ഈ ജന്തർ മന്ദറിലും പരിസര പ്രദേശങ്ങളിലും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മോദി.